ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ദ ബെസ്റ്റ് വൈൽഡ് കാർഡ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റിയാസ് സലീം. സീസൺ 4ന്റെ 4th റണ്ണറപ്പ് ഒക്കെ ആയിട്ട് വളരെ വലിയൊരു ഓളം ഉണ്ടാക്കി, തരംഗം ഉണ്ടാക്കി പുറത്തായ അങ്ങനത്തെ ഒരു മത്സരാർത്ഥി. സീസൺ 5 വന്ന് പ്രത്യേകിച്ച് ഒരു ചലനം ഉണ്ടാക്കാതെ പോയി. സീസൺ 7 വന്ന് ലിറ്ററലി ഷാനവാസിന്റെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് പറയുന്നില്ല, കാരണം അങ്ങനെ പല ഏരിയയിൽ നിന്നുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ. ഷാനവാസിന്റെ ഭാഷ പറഞ്ഞാൽ അത് വാങ്ങിച്ചു പോയി എന്ന് പറയാം. എപ്പിസോഡ് ഉടനീളം ഷാനവാസും അനീഷും കൂടി അങ്ങ് പൂണ്ട് വിളയാടുകയാണ്. എന്താ പറയുക, ഗൂസ് ബംസ് അടിച്ചു കേട്ടോ ചില സീൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക്. രണ്ടുപേരും കൂടെ നിന്നങ്ങ് തകർക്കുകയാണ്. ഇവര് രണ്ടുപേരും കൂടെ ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത്രയധികം അടിപൊളിയാണ് രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. ഇവർ രണ്ടുപേരും മറ്റേ ഒത്തു കളിച്ച് അങ്ങനത്തെ മാരകമായ ലെവലിലുള്ള ഒത്തുകളി, പ്ലാൻ ചെയ്തുള്ള കളി, നോമിനേഷൻ ഡിസ്കസ് ചെയ്തുള്ള കളി, അങ്ങനത്തെ കളിയൊന്നുമല്ല. ഇവര് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവരെന്താണോ ഇതുവരെ കാണിച്ചിട്ടുള്ള, ഇവരെന്താണ് ഏതാണെന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ ഒരു കൺസ്ട്രെയിൻസ് നിന്നുകൊണ്ട് തന്നെയുള്ള മാരകമായ ഗെയിമിങ്, അതും അത്രയും തരംഗം ഉണ്ടാക്കിയിട്ടുള്ള അത്രയും വലിയൊരു വൈൽഡ് കാർഡ്, അത്രയും മികച്ചൊരു പ്ലെയർ എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് സീസൺ 7 കയറി വന്നതും തുരത്തി അടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ തുരത്തി അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഷാനവാസും അനീഷും കൂടി നിന്ന നിപ്പിലാണ് അത് ചെയ്തത്. തുരത്തി അടിക്കുകയായിരുന്നു. ഇവിടെ ഉള്ള എല്ലാവരെയും കേട്ടോ, എല്ലാവരും തന്നെ പാർഷ്യാലിറ്റിയും പിന്നെ ഗ്രൂപ്പിസവും ഫേവററ്റിസവും ഒക്കെ കാണിച്ചിട്ടും, പിന്നെ ഗസ്റ്റ് അവിടെയൊക്കെ ടോയ്ലറ്റ് പേപ്പർ വലിച്ചു വാരി ഇട്ടപ്പോഴും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടപ്പോഴും പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്തിട്ട് പോലും ഷാനവാസും അനീഷും അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പ്രത്യേകിച്ച് ഷാനവാസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതിഗംഭീരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത്. ഇവരെ രണ്ടുപേരെയും പൊട്ടിക്കാനായിട്ട് ആരെ കൊണ്ടും പറ്റിയില്ല. രണ്ടുപേരും നിന്ന നിപ്പിൽ തന്നെയായിരുന്നു. ആ പോയിന്റ് തിരിച്ചു കൊടുക്കാൻ ഷാനവാസിനോട് പറയുമ്പോൾ, ഞാൻ എന്തിനു കൊടുക്കണം, ഞാൻ ചെയ്ത ഡ്യൂട്ടിക്കുള്ള പോയിന്റാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, അത് ഞാൻ എന്തിനാണ് കൊടുക്കേണ്ടത്? കറക്റ്റ് പോയിന്റ് അല്ലേ ആ പറഞ്ഞത്. പിന്നെ ഗസ്റ്റിനെ പോഷിപ്പിക്കണം എന്നൊരു രീതിയിലുള്ള നിർബന്ധവും ഈ ഒരു ടാസ്കിനകത്ത് ഇല്ല. ഇപ്പോ കഴിഞ്ഞ സീസണിലൊക്കെ ആയിരുന്നെങ്കിൽ ഗസ്റ്റിനെ പോഷിപ്പിക്കണമായിരുന്നു. കാരണം ഗസ്റ്റിനാണ് പോയിന്റുകൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റുകൾ വഴിയാണ് പോയിന്റുകൾ ഈ ഒരു സ്റ്റാഫിന് ലഭിക്കുന്നത്. ഈ സീസണിൽ എങ്ങനെയാണ് ഇവർ ചെയ്തത്? ഈ സീസണിൽ ബിഗ് ബോസ് ലക്ഷ്മിക്കാണ് ആ ഒരു അധികാരം കൊടുത്തത്, ലക്ഷ്മിക്കും ആദിലയ്ക്കും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമാണ് അത് തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ബോധിപ്പിച്ചാൽ മാത്രം മതി. ഗസ്റ്റിനെ പോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ യൂണിഫോം പോലും ഇടാതെ അല്ലെങ്കിൽ റെഡി പോലും ആവാത്ത ഒരു സാഹചര്യത്തില് ഷീറ്റ്സ് മാറ്റാൻ പറയുമ്പോൾ തന്നെ പോയി മാറ്റണം എന്നുള്ള അങ്ങനെ ഒരു നിർബന്ധം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഷാനവാസ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് കാര്യമാണ് ചെയ്തത്. ഞാൻ ചെയ്യില്ല, ഞാൻ പോയി യൂണിഫോം ഒക്കെ മാറി വൃത്തിയായി ഫ്രഷായി വന്നതിന് ശേഷം ഞാൻ ചെയ്യാം എന്നാണ് ഷാനവാസ് പറഞ്ഞത്. അല്ല ഞാൻ ചെയ്യത്തില്ല എന്ന് ആദ്യം ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പിന്നെ റിയാസിന്റെ പ്രൊവോക്കിങ് സഹിക്കുക വയ്യാതെയാണ് ഷാനവാസ് മറിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നത്. പിന്നെ ഈ പോയിന്റുകളുടെ കാര്യമാണെങ്കിലും എല്ലാവരും കൂടി ഷാനവാസിനെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ജിസേലിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഷാനവാസിനെ അവിടെ സംസാരിച്ച് അല്ലെങ്കിൽ വഴക്കിട്ട് തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും തല താഴ്ത്തി മുട്ട് കുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്, ഗസ്റ്റ് അടക്കം. കാരണം നിന്ന നിപ്പിലാണ് നിന്നത്. ഞാൻ എന്തിനെന്റെ സ്റ്റാർസ് തിരിച്ചു കൊടുക്കണം എന്നാണ് ഷാനവാസ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതും കൂട്ടിന് നല്ല ബെസ്റ്റ് ടീമിനെയാണ് കിട്ടിയിരുന്നത് ഷാനവാസിന്. അനീഷ് ഒറ്റക്കാലിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഒരു കാര്യം വേണമെങ്കിൽ രാവിലെ തൊട്ട് തുടങ്ങി വൈകുന്നേരം ലൈറ്റ്സ് ഓഫ് വരെ പറയാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അനീഷ്. അപ്പൊ അങ്ങനെ ഒരാളെ കൂട്ടിന് കിട്ടിയ സ്ഥിതിക്ക് ഷാനവാസ് ബിക്കെയിം ഇൻവെൻസിബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയധികം ശക്തനായ ഒരു മത്സരാർത്ഥിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അനീഷും അല്ല, രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത് എപ്പിസോഡ് ഉടനീളം. അത് ഞാൻ ലൈവ് വളരെ കുറച്ചേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പിസോഡാണ് കണ്ടത്. എപ്പിസോഡ് കണ്ടപ്പോഴാണ് ക്ലാരിറ്റി കിട്ടിയത്. അപ്പോൾ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും പെർഫോമൻസ് കിട്ടുമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ റിയാസിനെ അനീഷ് പ്രൊവോക്ക് ചെയ്യുന്ന 1-2 സാധനങ്ങളൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ ലൈവിൽ കണ്ടിരുന്നു, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.